വെൽക്കം ടു സീക്രട്ട് ഏജൻറ്റ്. നട്ടപ്പാതിര വീഡിയോ ഒന്നുമല്ല, ഉറക്കില്ലാതിരുന്ന സമയത്ത് ചുമ്മാ ഒരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. റെലവൻറ്റ് കോണ്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവരുടെ വീഡിയോസ്, പ്രവീൺ പ്രണവ് വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാൻ കാണും. അല്ലാത്തവരൊക്കെ എന്തെങ്കിലുമൊക്കെ തെറിയും പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ പോകും. ഐ ഡോണ്ട് കെയർ. എൻ്റെ പണി ഇതായതുകൊണ്ട് ദിസ് ഇസ് മൈ ജോബ്. സോ എനിക്കതിൽ വർമ്മനായേ പറ്റൂ. കുറച്ച് കാലം ഞാൻ കുറച്ചിങ്ങനെ മറ്റേ എഴഞ്ഞ് ആമയെപ്പോലെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. 5 വീഡിയോ ചെയ്ത് നടന്ന് 2 വീഡിയോ ഒക്കെ ആയി. സോ ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ പ്രവീൺ പ്രണവ് ഹോം ടൂർ വീഡിയോ ഇട്ടതാണ്. അപ്പോൾ ഒരു സന്തോഷ വൈബല്ലടി ഹോം ടൂർ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വീട് എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷമാണ്. സ്വന്തമായിട്ടൊരു വീട് ആഗ്രഹിക്കാത്ത ആരും ഇല്ല. ഓക്കെ, ഞാനാണെന്നുണ്ടെങ്കിലും വണ്ടിക്കകത്തിരിക്കുകയാണെന്നുണ്ടെങ്കിലും യൂട്യൂബൊക്കെ ഉന്തിത്തള്ളി ഉണ്ടാക്കി, വേറെ കുറേ ബിസിനസ്സൊക്കെ ചെയ്ത് ഉന്തിത്തള്ളി ഉണ്ടാക്കി, ഇപ്പോൾ സ്ഥലം മേടിച്ചിട്ടുണ്ട്, ഇനി ഒരു വീടുണ്ടാക്കണം. ഡ്രീം അടേ നമ്മളിതൊക്കെ. എനിക്കാണ് പ്രത്യേകിച്ച് ആ ഡ്രീമിനകത്ത് വേറൊരു റിവഞ്ച് കൂടി കിടക്കുന്നുണ്ട്. അതൊക്കെ ടൈം ആവുമ്പോൾ ഞാൻ പറയാം. ഞാനൊരു നെയിം പ്ലേറ്റ് വീടിൻ്റെ മുന്നിൽ, പഴയ വിറ്റ വീടിൻ്റെ മുന്നിലുള്ളത് അഴിച്ചു വെച്ചിട്ടുണ്ട്. അതിന് വീടുണ്ടാക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ എടുത്ത് ഒട്ടിച്ച് വലുതാക്കി വെക്കണം. വെച്ചിട്ട് കുടുംബക്കാർ 10 നാറികളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണം. അങ്ങനെ തന്നെ പച്ചയ്ക്ക് പറയും. ഇത് ഞാൻ ചെയ്തിരിക്കും. അപ്പോൾ വീട് എന്ന് പറയുന്നത് ഭയങ്കര ഡ്രീമാണ്, നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. ആഗ്രഹം ഡ്രീമൊക്കെ ഒന്ന് തന്നെ. എന്താണെങ്കിലും ഇവരുടെ ഹോം ടൂറ് ആ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഇവർ പറയുന്നു, കമൻറ്റ് ബോക്സിൽ വന്ന് വെട്ട് വിളിക്കാൻ കുറേ എണ്ണം കാണുമെന്ന്. ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പം കുറെ നാളും കൊണ്ട് നമ്മൾ ഹോം ടൂർ ചെയ്യും പറഞ്ഞിരിക്കും. ചോദിച്ചു മടുത്ത്. അതെ ഗൈസ്, നമ്മൾ ആദ്യം നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ വീട് ഫുള്ളൊക്കെ പണി കഴിഞ്ഞിട്ട് നമുക്ക് ഹോം ടൂറൊക്കെ ചെയ്ത് നിങ്ങളെല്ലാവരും കാണിക്കുന്നതായിരിക്കും. പക്ഷെ നമുക്ക് പിന്നെ ഒരു യാഥാർത്ഥ്യം മനസ്സിലായി, ഇനി അങ്ങനെ ചെയ്യാൻ നിന്നാൽ ഒരു 3-4 കൊല്ലം എടുക്കും. പണി മീൻസ് നമ്മൾ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പ് നിങ്ങൾ കാണിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്നൊന്നും നടക്കത്തില്ല ഗൈസ്. നമ്മൾ ആകപ്പാടെ ഈ വീട്ടിൽ നമ്മൾ വാങ്ങിയിട്ട് ചെയ്തത് നമ്മുടെ ബെഡ്റൂം മാത്രമേ ഉള്ളൂ ഇല്ലേ. പിന്നെ ഫർണിച്ചർ, മറ്റു കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് സെറ്റ് ബ്ലൈൻഡ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങൾ എല്ലാം ചെയ്തിരിക്കുന്നത് ഈ വീട് വെച്ച ആൾ തന്നെയാണ് ചെയ്തത്. അതേപോലെ തന്നെയാണ് ഇരിക്കണം. അപ്പോൾ നമ്മളൊരു ആഗ്രഹം എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാം അങ്ങ് അടിപൊളിയാക്കി കാണിക്കാന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും, മൃദു വീണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളെ വീട് കാണാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും നമ്മളിത് വീട് നമുക്ക് പരിചയപ്പെടാം, നമ്മുടെ ഹോം ടൂറിലേക്ക് ഇല്ലേ. സ്വാഗതം. കാര്യം ഗൈസ്, സീരിയസ്ലി ഈ ഒരു വീഡിയോ ഇടുമ്പോൾ എന്തായാലും എനിക്കും പൃഥ്വിക്കും കുറേ തെറിവിളികൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളൊരു വീട് വാങ്ങിച്ചതിന് ശേഷമാണ് നെഗറ്റീവ് കമന്റ്സ് കൂടുതൽ വരാനായിട്ട് തുടങ്ങിയത്. ഒരുപക്ഷെ നമ്മൾ വാടക വീട്ടിലോ അല്ലെങ്കിൽ വീടൊന്നും ഇല്ലാതിരുന്നെങ്കിലും ആൾക്കാർ എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു. കുറച്ച് ആൾക്കാരുടെ കാര്യമാണ് കേട്ടോ പറയണത്. ഒരു ടാർഗറ്റ് ചെയ്ത് ഒരു ഐഡിയിൽ നിന്ന് തന്നെ ടാർഗറ്റ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് അങ്ങനത്തേക്കുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്ത് കണ്ടാലും കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ. അപ്പൊ നമ്മള് വീട് വാങ്ങിച്ചത് കൊണ്ട് നമ്മളെ നെഗറ്റീവ് പറയണ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു ഹോം ടൂർ ഇടുമ്പം ആ ഒരു ചീത്തവിളി എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് കമന്റ് ബോക്സ് എന്ന് പറയുന്നത് താഴത്തെ പൊങ്കാലയിടാൻ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ ടീംസ് ഒക്കെ അവിടെ പോയി പൊങ്കാലിടാവുന്നതാണ്. അവർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം കുറച്ചു കാലമായിട്ട് അവരുടെ മറ്റേ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം, ഫാമിലി ഇഷ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പൊങ്കാല അവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അനിയൻ്റെ ചാനലിലും വരുന്നുണ്ട്, ഇവരുടെ ചാനലിലും വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ട് അമ്മയെ നിനക്ക് കാണണ്ടേ, ഭാര്യയെ മതിയോ, ഭാര്യയുടെ ഒപ്പം നടന്നോ, അങ്ങനെ ഇങ്ങനെ കുറേ ഡയലോഗ് ഈ പയ്യനും കേൾക്കുന്നുണ്ട്. അപ്പുറത്ത് പോയിട്ട് മക്കളെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാണിച്ചു കൂട്ടണം എന്നുള്ള ഡയലോഗ് അപ്പുറത്തും കേൾക്കുന്നുണ്ട്. സോ മാസീവ് ഹേറ്റ് വാണ്ടഡ്ലി ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഇവരുടെ ചാനലിലായിരിക്കും കുറച്ചധികം വാണ്ടഡ്ലി ചെയ്യുന്നത്. ഓക്കെ, അത് വീടെടുത്തത് കൊണ്ട് കൂടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണുക്കടിയുള്ള ഏതെങ്കിലും സാധനങ്ങൾ കാണൂടെ, പറയാൻ പറ്റില്ല. മനുഷ്യൻ നന്നാവുന്നത് വേറൊരു മനുഷ്യന് പറ്റില്ല എന്നുള്ള സ്കീമുള്ള കുറേ എണ്ണങ്ങളുണ്ടല്ലോ ഈ നാട്ടിൽ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു വീടായി, കാറായി, സെറ്റപ്പായി, ഇന്നാ ഓനെന്ന് പോയി ചൊറിയാം. അത്ര സന്തോഷിക്കേണ്ട ഇവൻ. എൻ്റെ കമൻറ്റ് വായിച്ചിട്ടെങ്കിലും ഇവനൊന്ന് സങ്കടപ്പെട്ടേ എന്ന് പറഞ്ഞിട്ട് നിൻ്റെ അമ്മ വിടറേ പോയിട്ട് ചൊറി കമൻറ്റ് ഇടുന്ന ചൊറി തവളകൾ, നാറികൾ കാണും കുറേ എണ്ണം. അങ്ങനെ തന്നെ അതിന് കമൻറ്റ് ബോക്സിൽ കാണാനും പറ്റുന്നുണ്ട്. ഈവൺ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഇത് പറയുമ്പോഴും ഒരു എളുപ്പമില്ലാതെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കയറിയിട്ട് അമ്മയുടെ ബർത്ത്ഡേ അല്ലേ, നീ എന്ത് ചെയ്തു, അമ്മയെ കണ്ടു. അത്ര വലിയ സങ്കടമാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ പയ്യൻ്റെ അമ്മേനെ നിങ്ങൾ വിളിച്ചുകൊണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല പൊന്നു പോലെ നോക്ക്. അല്ലേ, ഞാൻ നോക്കും കമൻറ്റ് ബോക്സിൽ കുറേ എണ്ണം അങ്ങനെ ഇരിക്കുന്നുണ്ടേ. അവർ മൂവ് ഓൺ, ലൈക്ക് അവരവരുടെ ജീവിതം തുടങ്ങി,
അവർ ഫാമിലിയാണ്. ഇപ്പോൾ അതൊരു അച്ഛനാണ്, അതൊരു അമ്മയാണ്, മകനുണ്ട്, കുട്ടിയുണ്ട് കയ്യിൽ, മകനോ മകളോ ഞാൻ മറന്നുപോയി, കുട്ടിയുണ്ട് കയ്യിൽ. സോ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വീണ്ടും ഇവർ ഈ എന്തായാലും ഒന്നിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ ഫാക്റ്റ് എന്ന് പറയുന്നത്. ഒന്നിച്ചു അല്ലെങ്കിൽ ഒന്നിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നിക്കും. ഓക്കെ, ആ ടൈം ആകുമ്പോൾ അതൊക്കെ അവർ പറയും. അല്ലാതെ നിങ്ങൾ ഈ വന്നിരുന്ന് നിങ്ങളുടെ പുഷ്ടമുണ്ടല്ലോ, ഈ ഒരുമാതിരി ചൊറി അതിങ്ങോട്ട് കൊടന്ന് വിരകിയിടാൻ വേണ്ടി മാത്രം വന്നിട്ട് തെറി വിളിച്ച് പോകുന്നവരെ ഞാൻ പറയുമ്പോൾ ഇതേപോലെ ഓപ്പണായിട്ട് പറയുക, വന്നോ എന്ന് പറഞ്ഞിട്ട് പിന്നെ മൈൻഡ് അടിക്കാതെ പോകണം. എന്നാലും ഇത് കണ്ടാൽ സങ്കടം തോന്നുക വേറെ കാര്യം. എന്താണെങ്കിലും ഇവർ വീടെടുത്തതിന് കുരുപൊട്ടുന്നവരോടാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് വീട് എന്ന് പറയുന്നത്. അതൊരാൾക്ക് കിട്ടുമ്പോൾ സന്തോഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൽ നമ്മൾ കുറ്റും കുശുമ്പും കുഞ്ഞായ്മയും ദേഷ്യവും വെച്ച് നടന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. നമുക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ സങ്കടം എന്നുള്ളത് മാത്രം ആലോചിച്ച് ഉറക്കമില്ല രാത്രികളായിട്ട് മുന്നോട്ട് പോകേണ്ടത് നിങ്ങൾ. ബാക്കി ഇനി അവർ പറയുന്നുണ്ട്. ഇടുമ്പോഴത്തേക്കും ഇതിന്റെ അടിയിൽ കുറെ ആൾക്കാർ ഇനി വരും. കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ കുറച്ച് കാല അളവിൽ നമ്മൾ സഹിക്കാവുന്നതിന്റെ പരമാവധി എല്ലാം സഹിച്ചു. അതുകൊണ്ട് ഇനിയും നമ്മൾ അതേ ഓർത്ത് ഇപ്പം ഞാൻ ചിരിക്കുന്നതാണ് ഭയങ്കര ഓവർ ആക്ടിങ്, ഭയങ്കര ഇത് മൃദുല ഭയങ്കര ഓവർ ആക്ടിങ്, ഞാൻ സംസാരിക്കുന്നതാണ് എന്നും നമ്മൾ അത് ഓർത്ത് അതിൽ നിന്നൊരു ഓവർകം അല്ലെങ്കിൽ അതിൽ നിന്നൊരു മാറണ്ടേ, അല്ലെങ്കിൽ പിന്നെ അതിൽ കിടന്ന ഡിപ്രഷൻ ആയിട്ട് അതിൽ കിടക്കാത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു വീട് വാങ്ങിച്ച് കഴിഞ്ഞ പിന്നെയാണ് നമുക്ക് എവളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹെയ്റ്റ് ആവുന്നതും. ചില പെണ്ണിന്റെ ശത്രു പെണ്ണെന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കടന്നുപോയ ആൾക്കാർ തന്നെ ആയിരിക്കാം ഈ ഒരു കമന്റ് ഇടുന്നത് എനിക്കെതിരെ. ഇവിടെ നിൽക്കുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. നമ്മളെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി നമ്മളെ ഈ ഒരു സ്വർഗത്തിൽ ഞാനും മൃദുലയും അൻപും നമ്മൾ ഹാപ്പി ആയിട്ട് ഈ ഒരു വീട്ടിൽ എന്നും എന്താ പറയുന്നത്, ടുഡേ ടുമാറോ ആൾവേസ് ഡേയ്സ്. ഓക്കെ, അപ്പോൾ അവർ സന്തോഷിച്ച് അവർ ജീവിക്കട്ടെ. ഈ ലേഡി പറഞ്ഞൊരു വലിയ പോയിൻ്റാണ്. ഈ സിറ്റുവേഷനിൽ കടന്നു പോയവർ അവിടെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ചില സമയത്ത് ചില ആളുകളോട് ദേഷ്യം തോന്നുന്നത്. അത് റിയൽ ലൈഫിലാണെന്നുണ്ടെങ്കിൽ ഈ റിയൽ ലൈഫിലെ കമൻറ്റ് ബോക്സിലാണെന്നുണ്ടെങ്കിലും ചില ആളുകളുണ്ടെങ്കിൽ നമ്മൾ റിയൽ ലൈഫിലാണെങ്കിൽ പോലും നമ്മൾ ചില സിറ്റുവേഷനിലായിരിക്കും. അതേ സിറ്റുവേഷനിലൂടെ കടന്നു പോയവരായിരിക്കും നമ്മളെ വന്ന് ചീത്ത പറഞ്ഞിട്ട് പോകണതോ അല്ലെങ്കിൽ ഉപദേശിക്കില്ല അല്ലെങ്കിൽ നമ്മളെ സമാധാനിപ്പിക്കില്ല. നമ്മളെ വന്ന് വീണ്ടും എന്ത് ചെയ്യുന്ന പറയാം, കളിയാക്കും. ചീത്തയും പോട്ടെ, കളിയാക്കും. എന്നാൽ ഈ കളിയാക്കം വരുന്നവൻ്റെയോ ലൈഫിൽ അതേ സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോയി അനുഭവിച്ചിട്ടുണ്ടാവുക നമുക്ക് അറിയുകയും ചെയ്യും. അതാ കോമഡി. എത്രയോ സിറ്റുവേഷൻസ് എനിക്ക് ലൈഫിലുണ്ടായിട്ടുണ്ട്. എന്നെ വന്ന് കളിയാക്കുന്നവർ ഞാൻ ആലോചിക്കും, ഷോടാ ഇവൻ്റെ ലൈഫിൽ ഇതിനു മുമ്പ് ഇതേ സിറ്റുവേഷനിലൂടെ ഇവൻ കടന്നു പോയിട്ടുണ്ടല്ലോ, അപ്പം ഇവൻ അതിൻ്റെ വേദനയും സങ്കടമൊന്നും അറിയില്ലേ? അതോ ഇനി ഇവൻ ആ ടൈമിൽ വേറെ ആരെങ്കിലും കളിയാക്കിയത് ഇവൻ എൻ്റെ നെഞ്ഞത്ത് കൊടുന്ന് തീർക്കുകയാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചൊന്നും പറയാനും പറ്റാത്ത സിറ്റുവേഷനായിരിക്കും. അങ്ങനെ കാണിക്കുന്നവന്മാരൊക്കെ ഉണ്ടല്ലോ, പറയണില്ല. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പെണ്ണിൻ്റെ ശത്രു അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുമ്പോഴത്തേക്ക് ബേസിക്കലി അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും. കുറച്ച് കാലം മുന്നേ വരെയൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മായിയമ്മയായിരുന്നു വിഷയം, ഇപ്പം മരുമക്കൾക്കാണ് വിഷയം. ഈ സാധനം എപ്പോഴും ഉള്ളതാണ് സൊസൈറ്റിയിൽ. അമ്മായിയമ്മ, മരുമകൾ, സീന്, കാര്യങ്ങൾ, അത് ഇത്. ഓക്കെ, അവരുടെ ലൈഫിലൊരു സിറ്റുവേഷൻ വന്നു, അവർ സോഷ്യൽ മീഡിയയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന, സോഷ്യൽ മീഡിയ ആണ് അവരുടെ മെയിൻ ഇൻകം സോഴ്സായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ. അവർ ഭയങ്കര ഒരു ഗ്രാൻഡ് ഫാമിലി ആയിട്ട് കാണുന്നവർ വ്യൂവർഷിപ്പിനെയാണ്. അപ്പോൾ ഒരു സങ്കടവും സന്തോഷവും എല്ലാം ഷെയർ ചെയ്യുന്നത് വ്യൂവേഴ്സിനോടായിരിക്കും. അവരുടെ കോണ്ടൻറ്റ് അതാണ്, നീഷ് അതാണ്. സോ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷൻ അവർ ഇവിടെ വന്ന് ഷെയർ ചെയ്തു. പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഓവർ ദ ബോർഡ് പോയി. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ മനുഷ്യരല്ലേ, ഒരു ടൈം കിട്ടാൻ എല്ലാം കയ്യിൽ നിന്ന് പോകും. പിന്നെ അവർക്ക് പിടിച്ചാൽ കിട്ടുന്ന സ്ഥലത്തല്ല നിന്നത്. ബട്ട് സ്റ്റിൽ എല്ലാവരും തിരിച്ചു വന്നു. ചാനൽ ഡിവൈഡ് ആയാലും അവിടെയും സന്തോഷം ഇവിടെയും സന്തോഷം, എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു. അച്ചീവ്മെൻറ്റ്സ് വരുന്നു. വോട്ടർ ഈ ജീവിതം ലൈഫ് എല്ലാവരും നന്നായി മുന്നോട്ട് പോട്ട്. കാണുമ്പോഴത്തേക്കും കുരു പൊട്ടിയിട്ട് ഇവിടെ കണ്ട അവിടെ പോയി തെറി വിളിക്കും, അവിടെ കണ്ട അവിടെ വന്ന് തെറി വിളിക്കും. എന്തിനാ അതിൻ്റെ ആവശ്യം? ലാസ്റ്റ് ഈ എഴുതിയിടുന്ന സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇവരൊക്കെ ഈ ചീത്ത വിളിക്കാൻ എഴുതിയിടണം, അല്ലെങ്കിൽ എന്നെ ചീത്ത വിളിക്കാൻ എഴുതിയിടുന്ന സമയത്ത് നിങ്ങൾ എത്രയൊക്കെ സ്ട്രെസ് അനുഭവിക്കണം, മനസ്സിലായ? നമുക്കിതൊരു ക്ലിക്ക്, ആ 3 ഡോട്ടിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം പോവും. എഴുതിയിട്ടവൻ്റെ സമയം പോയി, അവൻ്റെ തലച്ചോറ് പോയി, അവൻ്റെ അഗ്രഷൻ പോയി, എല്ലാം പോയി. പുല്ലെല്ലാം തീർന്നില്ല നിങ്ങളെ കമൻറ്റിൻ്റെ അവസ്ഥ. അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെന്താ അറിയോ,
ഉള്ള കാര്യങ്ങൾക്കൊക്കെ തെറി വിളിച്ചോ, വേണ്ടാത്തത് കണ്ടു കഴിഞ്ഞാൽ തന്തയ്ക്കും നുള്ളയ്ക്കും വിളിച്ചോ, ഒരു വിഷയമുള്ള കാര്യമില്ല. സന്തോഷം സമാധാനം കാണുന്നിടത്ത് പോയിട്ട് ദയവ് ചെയ്തിട്ട് കൂലിട്ടിളക്കരുത്. ഇത്രേ പറയാനുള്ളൂ.